ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് പ്രോജക്റ്റ് ഓറിയൻറ്റഡ് ട്രെയിനിങ് പാർട്ട് 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് നമ്പർ 7 ആണ്. ഓക്കെ, അപ്പോൾ എക്സസൈസ് നമ്പർ 7 നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇതിലേറ്റവും മുകളിൽ നമുക്ക് റെസ്പോൺസിബിൾ കമ്പ്യൂട്ടിംഗ്, അതുപോലെ തന്നെ ഒരു പിക്ചർ ഉണ്ട്. പിക്ചറിൻ്റെ താഴെയായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് കംപ്ലീറ്റും സിമ്പിൾസും അതുപോലെ തന്നെ കുറച്ച് ടെക്സ്റ്റുകളും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് പോലെയൊക്കെയുള്ള ഒരു മാറ്ററാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഇതിനകത്ത് കുറേ എൻ ഡാഷുകൾ യൂസ് ചെയ്തിട്ട്, കണ്ടോ, വളരെ ലെങ്തി ആയിട്ടുള്ള ഡാഷുകൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്സ്റ്റ് മാറ്റർ ഉണ്ട്. പിന്നെ ഏറ്റവും താഴെയായിട്ട് ഓക്കെ നമുക്ക് ഇതേപോലെ ഒരു സ്റ്റെപ്പ് പോലെയുള്ള ഒരു പിക്ചറും കാണുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ന് പറയാൻ ഒന്നും തന്നെ ഈ പാർട്ട് 7 എക്സസൈസിനകത്ത് ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം മൈക്രോസോഫ്റ്റ് വേർഡ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ പേജ് കാണുന്നത് 320%. ഞാൻ ആൾട്ട് വി സെറ്റ് 1 അമർത്തിയിട്ട് എൻ്റർ അടിച്ചു, 100%ലേക്ക് മാറി. ആൾട്ട് വി പി അടിച്ചിട്ട് പ്രിൻ്റ് ലേഔട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾട്ട് ഒ പി അടിച്ചിട്ട് ആഫ്റ്റർ 0 ആണെന്നും അതുപോലെ തന്നെ ലൈൻ സ്പേസിങ് സിംഗിൾ ആണോ എന്നൊക്കെ ഉറപ്പുവരുത്തി. അതിനുശേഷം ലേഔട്ടിൽ സൈസ് A4 ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്തു. ഇനി മാർജിൻ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മാർജിൻ ഞാൻ ഒരു 10 മില്ലിമീറ്ററാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ കുറച്ചൊന്ന് സൂം ഇൻ ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചൊന്ന് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സൂം ഇൻ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ 100%ൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഈ ട്യൂട്ടോറിയലുകൾ, അതായത് പാർട്ട് 7ലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ 6 പാർട്ടുകളിലും നമ്മൾ ഒരുപാട് ഷോർട്ട് കട്ടുകളും ഒരുപാട് എക്സസൈസുകളും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? റെസ്പോൺസിബിൾ കമ്പ്യൂട്ടിംഗ് എന്നാണ്. ഇതിൻ്റെ ഫോണ്ട് വരുന്നത് ട്രിബുച്ചെറ്റ് MS എന്ന് പറയുന്ന ഫോണ്ടാണ്. നമുക്കത് അതുപോലെ എഴുതാം. ഓക്കെ, റെസ്പോൺസിബിൾ. ഓക്കെ, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ഇത് കറക്റ്റ് സെൻറ്ററിലാണ് നിൽക്കുന്നത്. സൈസൊക്കെ ഒന്ന് കുറച്ച് കൂട്ടുക. അതിനുശേഷം ഇതിൻ്റെ ഫോണ്ട് നമുക്ക് Ctrl D അടിച്ചിട്ട് ട്രിബുച്ചെറ്റ് MS എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് സെലക്ട് ചെയ്തു. ഇതിനകത്ത് കമ്പ്യൂട്ടിംഗ് എന്നുള്ളത് ഒരു ഗ്രേ കളറാണ്. അപ്പോൾ അത് മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫോണ്ട് കളറ് ഒന്ന് ഗ്രേ കളറിലേക്ക് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് കാണുന്നത് ഒരു പിക്ചർ. ആ പിക്ചറിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്തൊരു ഹെഡിങ് ആണ് കാണുന്നത്. ഇത് പേജിൻ്റെ സെൻട്രലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കേഴ്സർ പേജിൻ്റെ സെൻട്രലാക്കുക. Ctrl E അടിച്ചിട്ട് സെൻറ്ററാക്കി നിർത്തുക. അതിനുശേഷം നമുക്ക് ആൾട്ട് NSHN എന്ന് പ്രസ് ചെയ്യാം. ഏതാണ് ഷോർട്ട് കട്ട്? ആൾട്ട് NSHN അങ്ങനെ ടൈപ്പ് ചെയ്യാം. എന്തിനാണ്? നമുക്കൊരു ക്യാൻവാസ് എടുക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇൻസേർട്ടിൽ ഷേപ്പിനകത്ത് ന്യൂ ഡ്രോയിങ് ക്യാൻവാസ് എടുക്കുക. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഒരു റെക്റ്റാങ്കിൾ വരും. ഈ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ഏരിയയാണ്. നമുക്ക് വരയ്ക്കാൻ വേണ്ടി മൈക്രോസോഫ്റ്റ് തന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി നമ്മൾ എന്ത് വരയ്ക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. പേജിൻ്റെ മുകളിൽ വരയ്ക്കരുത്, ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്ത് ചെയ്യുക? ഇൻസേർട്ടിൽ ഷേപ്പിനകത്ത് ഒരു റൗണ്ട് ആൻഡ് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ബോർഡർ കുറച്ചൊന്ന് ഇങ്ങനെ ചെറുതാക്കി വെച്ച് ഇതുപോലെ ആയിക്കോട്ടെ. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, അതിൽ കണ്ട പിക്ചർ തന്നെ വേണമെന്നില്ല. നിങ്ങളെ കമ്പ്യൂട്ടറിലുള്ള ഏതെങ്കിലും ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്താൽ മതി. ഫോർമാറ്റിൽ ഷേപ്പ് ഫില്ലിനകത്ത് ഏതെടുക്കാം? പിക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം വർക്ക് ഓഫ്ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, പിക്ചർ വന്നു. ഈ പിക്ചറിന് ബോർഡർ ഉണ്ടോ നോക്കൂ, ഇല്ല അല്ലേ? അപ്പോൾ ഫോർമാറ്റിൽ ഷേപ്പ് ഔട്ട്ലൈനിൽ നോ ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്തു.
ഇങ്ങനെയാണ് നമ്മൾ പിക്ചർ ഒരു ആകൃതിയുടെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇൻസേർട്ടിനകത്ത് ഷേപ്പിൽ പോയിട്ട് നമുക്ക് ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ കൂടി ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ എന്ത് എഴുതാം? ഡോൾഫിൻ മാജിക് 2012 എന്ന് എഴുതാം. ഡോൾഫിൻ മാജിക് 2012 എന്ന് എഴുതാം. Ctrl D അടിച്ചിട്ട് നമുക്കിവിടെ ഫോർട്ട് എന്നുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. ഫോർട്ട്, ഓക്കെ, ഫോർട്ട് അതിൻ്റെ എഴുത്താണ് അല്ലേ, ഫോർട്ട്. ഇനി ഈ നീല ബോക്സിന് കളർ വെള്ളയാണ് കണ്ടോ, ഷേപ്പ് ഫില്ലിൽ വൈറ്റ് കളറാക്കുക. ഈ എഴുത്തിൻ്റെ കളർ ടെക്സ്റ്റ് ഫില്ല് ബ്ലാക്ക് ആക്കുക. ബോർഡർ വേണ്ട, ബോർഡർ നോ ഔട്ട്ലൈൻ ആക്കുക. കണ്ടോ, ഷേപ്പ് ഔട്ട്ലൈനിൽ നോ ഔട്ട്ലൈൻ എടുക്കുക. കണ്ടോ, റെഡിയായോ? ശരിയായി അല്ലേ? കണ്ടേ, ഈ രീതിയിലായില്ലേ? കഴിഞ്ഞില്ലേ ആ പാർട്ട്? ഇനി നമുക്ക് ക്യാൻവാസ് ചെറുതാക്കി വെക്കുക. ക്യാൻവാസ് ചെറുതാക്കി വെച്ചു. ക്യാൻവാസിൻ്റെ താഴെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്ററുകൾ എഴുതേണ്ടി വരും, പക്ഷെ ക്ലിക്ക് ചെയ്തിട്ട് വരുന്നില്ല. അപ്പോൾ ക്യാൻവാസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ എന്ത് ചെയ്യുക, കീബോർഡിൽ എൻ്റർ അമർത്തുക, എന്നിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴത്ത് എന്ത് വേണമെങ്കിലും കണ്ടോ ടൈപ്പ് ചെയ്യാൻ പറ്റും. ക്യാൻവാസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ എൻ്റർ അമർത്തിയിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ശരിയായില്ലേ? ഇങ്ങനെയാണ് ഇത് വരയ്ക്കുക. അതിനുശേഷം ഇതാ ഒരു സിമ്പൽ ഇൻസേർട്ട് ചെയ്യാനുണ്ട്. പിന്നെ എക്സ്പെൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, കുക്ക്, ഇൻസെർവ്, കാലിക്കറ്റ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിമ്പൽ ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. Alt+S അടിച്ചിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ എന്ത് കൊടുക്കാം? വിങ്ഡിങ്സ് എന്ന് ടൈപ്പ് ചെയ്യണം. വിങ്ഡിങ്സ്. ഓക്കെ, അപ്പോൾ ആ സിമ്പൽ നമുക്കിവിടെ കാണാം. നോക്കട്ടെ, വിങ്ഡിങ്സിൽ ഇതാ സിമ്പിൾ, ഇത് അവിടെ ഉണ്ട് വിങ്ഡിങ്സിൽ. ഓക്കെ, സിമ്പിൾ. ഇനി അടുത്ത എക്സ്പെൻസ്. പിന്നെന്താ വരുന്നത്? ആരോ മാർക്ക് അല്ലേ? ആരോ മാർക്കിന് ഐഫൺ പിന്നെ ഒരു ക്ലോസിങ് ആംഗുലർ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ? പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, വീണ്ടും അതന്നെ. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകിച്ച് സെറ്റിങ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ കീബോർഡിൽ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഐഫൺ ഗ്രേറ്റർ ദാൻ കാലിക്കറ്റ്. പിന്നെ ആ സിമ്പിൾ ഇൻസേർട്ട് ചെയ്ത് ഒന്നും കൂടി ഇൻസേർട്ട് ചെയ്യണം. ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് സിമ്പിൾ വളരെ ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ Alt+S, Alt+R, എൻ്റർ, എസ്കേപ്പ്. കണ്ടോ? ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫോണ്ട് നമുക്ക് നോക്കാം. ഫോണ്ട്, ഈ എക്സ്പെൻസ് ഇതിൻ്റെയൊക്കെ ഫോണ്ടുകൾ ഏതാ? ഇത് നമ്മൾ ഒരുമിച്ച് കൊണ്ട് സെലക്ട് ചെയ്തിട്ട് Ctrl D അടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇമ്പാക്റ്റ് എന്നുള്ള ഫോണ്ട് ആക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായില്ലേ? ഇമ്പാക്റ്റ് എന്നുള്ള ഫോണ്ട് ശരിയല്ലേ? ശരിയാണ്. ഇനി അടുത്ത് സ്മൈലി ഫേസ് അല്ലേ? അതായത് കോളൻ പിന്നെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നെയിം ഓഫ് വെന്യൂ, അത് കഴിഞ്ഞിട്ട് ഒരു പൈപ്പ് ചിഹ്നം, വീണ്ടും ഇതുപോലത്തെ ഒരു സിമ്പിൾ. നമ്പർ ഓഫ് മാൻഡേയ്സ്, ആദ്യം നമുക്ക് മുഴുവൻ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്ന് ചെയ്യാം. കോളൻ അടിച്ചിട്ട് പൈപ്പ് ചിഹ്നം, കുറച്ചൊന്ന് സൈസ് കൂട്ടാം. റേറ്റ് പെർ മാൻഡേ. അടുത്തത് ഒരു ഓം സിമ്പിളാണ് അല്ലേ? Alt+S എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഓം സിമ്പിൾ. ഇതാ എമൗണ്ട്, ഏജൻസി കമ്മീഷൻ 21%. അടുത്തത് വീണ്ടും സിമ്പിൾ തന്നെയാണ്. സ്റ്റേഷനറി, പേപ്പർ പ്ലേറ്റ്. നാപ്കിൻ.
ക്യാരി ബാഗ്, സ്പൂൺസ് എക്സെട്ര. ടേബിൾ ഹയർ. ഇവിടെയൊക്കെ നമുക്ക് ആൾട്ട് IS ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടേബിൾ ഹയർ. ഓക്കെ, അടുത്തത് വെജിറ്റബിൾ ആൻഡ് പ്രൊവിഷൻസ്. ആൻഡ് പ്രൊവിഷൻസ്. ഇവിടെ ആൻഡ് എന്നുള്ളത് സിമ്പിളാണ്. ഓക്കെ, അടുത്തത് DTP പ്ലസ് സെറോക്സ് ലോണ്ട്രി കോൺവെയൻസ്. DTP പ്ലസ് സെറോക്സ് ലോണ്ട്രി കോൺവെയൻസ്. ഓക്കെ, ഇത്രയും മാറ്ററായി. ഇതിൻ്റെ ഫോണ്ടൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാനുള്ളൂ. ഈ നെയിം ഓഫ് വെന്യൂവിൻ്റെ ഫോണ്ട് വരുന്നത് ഏതാണ്? Ctrl+D അടിച്ചിട്ട് കോമിക്സ് ആൻഡ് MS എന്ന് പറയുന്ന ഫോണ്ട്. അതുപോലെ നമ്പർ ഓഫ് മാൻഡേയ്സ്, അതിൻ്റെ ഫോണ്ട് ഏരിയൽ ബ്ലാക്ക് ആണ്. ഏരിയൽ ബ്ലാക്ക്. അതുതന്നെ റേറ്റ് പെർ മാൻഡേ, അതിൻ്റെ ഫോണ്ട് ഇമ്പാക്റ്റ് ആണ്. ഇമ്പാക്റ്റ്. ഓക്കെ, അടുത്തതിൻ്റെ ഫോണ്ട് മോണോടൈപ്പ് കോർസിവയാണ്. സെലക്ട് ചെയ്തു, മോണോടൈപ്പ് കോർസിവ. അടുത്തതിൻ്റെ ഫോണ്ട് ഏജൻസി കമ്മീഷൻ 21%. അതിൻ്റെ ഫോണ്ട് വരുന്നത് ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ്. ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ്. ഓക്കെ, അടുത്ത സ്റ്റേഷനറി പേപ്പർ പ്ലേറ്റിൻ്റെ ഫോണ്ട് കൊറിയർ ന്യൂ ആണ്. കൊറിയർ ന്യൂ. ഓക്കെ, അടുത്ത നാപ്കിൻ, ക്യാരി ബാഗ്, സ്പൂൺസ് എക്സെട്ര, ഇതിൻ്റെ ഫോണ്ട് എന്ന് പറയുന്നത് ട്രിബുച്ചെറ്റ് MS ആണ്. അടുത്തത് ടേബിൾ ഹയറിൻ്റെ ഫോണ്ട് ഏരിയൽ നാരോ ആണ്. ഏരിയൽ നാരോ. അടുത്ത വെജിറ്റബിൾസ് ആൻഡ് പ്രൊവിഷൻസിൻ്റെ ഫോണ്ട് വരുന്നത് ഏതാണെന്നറിയാമോ? ചില്ലറാണ്. ചില്ലർ. ഓക്കെ, അടുത്ത DTP പ്ലസ് സെറോക്സ് കോൺവെയൻസിൻ്റെ ഫോണ്ട് വരുന്നത് ഫോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോണ്ടുകൾ നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഓക്കെ, ഞാൻ അടുത്ത് നോക്കിയേ. 5783 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് എഴുതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ക്യാപിറ്റലാണ്, പക്ഷേ ഫസ്റ്റ് ലെറ്ററിന് ഉയരം കൂടുതലല്ലേ. അപ്പോൾ അത് എങ്ങനെ എഴുതാന്ന് നോക്കിയേ. ₹5783. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം. ₹5783. ഓക്കെ, ബ്രാക്കറ്റ് നമുക്ക് ക്ലോസ് ചെയ്തു. ഇത് മുഴുവൻ സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+K അടിക്കാം. കേട്ടോ, ആ രൂപത്തിലായില്ലേ. ഇനി ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് എന്താ വേണ്ടതെന്ന് അറിയാമോ? ഇടയ്ക്ക് വേണ്ടത് ഈ സ്പേസ് വേണ്ട. ഈ സ്പേസൊക്കെ നമ്മൾ ഒഴിവാക്കാം. സ്പേസ് ഒഴിവാക്കി ഒരൊറ്റ വാക്കാക്കി. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം? കൺട്രോളും ആൾട്ടും ഐഫൺ ഇട്ട് കൊടുക്കാം. കൺട്രോളും ആൾട്ടും ഐഫൺ. ഇത് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആൾട്ട് IS എടുത്തിട്ട് ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അതിനകത്ത് കണ്ടില്ലേ N ഡാഷ് M ഡാഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ആൾട്ട് കൺട്രോൾ ഇത്. ഓക്കെ, ഇത് M ഡാഷ് ആണ് കേട്ടോ. M ഡാഷ് നീളമുള്ള വരയല്ലേ. ഓക്കെ, അപ്പോൾ M ഡാഷ് ആണ്. അപ്പോൾ ഏതാണ്? കൺട്രോൾ ആൾട്ടും ഐഫൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞത് തിരിഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അതായത് M ഡാഷും N ഡാഷും. ഓക്കെ, M ഡാഷ് ആണ് നീളമുള്ളത്, N ഡാഷ് ആണ് കുറച്ച് ചെറുതായിട്ടുള്ളത്. ഓക്കെ, M ഡാഷ് ആണ് ഏത് വരുന്നത്? ഷോർട്ട് കട്ട് ആൾട്ട് കൺട്രോള് വരുന്നത്. ഇതിൽ കൺട്രോൾ ഐഫൺ മാത്രമേ ഉള്ളൂ. N ഡാഷ് ചെറുതാണ്, M ഡാഷ് ആണ് വലുത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറിയില്ലേ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് തിരിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതാണ് ഞാൻ ഒന്നുകൂടി ഒരു ആവർത്തിയോട് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളത് സെലക്ട് ചെയ്തിട്ട് Ctrl+E അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിന് സെൻറ്ററിലേക്ക് കൊണ്ടുവരാം.
ഇനി ഇതിനകത്ത് വരുന്നത് കണ്ടോ, മെർക്കുറി, പിന്നെ ഒരു ആരോ മാർക്ക്, പിന്നെ MS440 എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതുകൂടി നമുക്ക് അതിനകത്തേക്ക് ചെയ്യാം. ഓക്കെ, കൺട്രോൾ ഇ അടിച്ചു. മെർക്കുറി MS440. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഓക്കെ, 2 ഈക്വൽ ഇട്ടിട്ട് ഒരു ഗ്രേറ്റർ ദാൻ ഇട്ടാൽ മതി. ഓക്കെ, സൈസൊക്കെ ഒന്ന് കുറച്ച് കൂട്ടി. ഇതിൻ്റെ ഫോണ്ട് വരുന്നത് ഏതാണ്? ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഫോണ്ടാണ് വരുന്നത്. കൺട്രോൾ ഡി അടിച്ചിട്ട് ഇമ്പാക്റ്റ് ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ഹൈലി റിലയബിൾ ടൈംസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതുകൂടി നമുക്ക് ഇതിനകത്ത് എഴുതാം. ഓക്കെ, അതിന് മുമ്പിൽ ഒരു സിമ്പൽ കൂടി വരുന്നുണ്ട്. ആൾട്ട് IS എടുത്തിട്ട് ഈ സിമ്പലാണ് ഹൈലി റിലയബിൾ ടൈംസ്. ആൾട്ട് IS, ആൾട്ട് R അടിച്ചു, എൻ്റർ അടിച്ചു. ഇതിൻ്റെ ഫോണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡ് എന്ന് പറയുന്ന ഫോണ്ടാണ്. സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഡി അടിച്ചു. ഹെൽവെറ്റിക്ക കണ്ടൻസ്ഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വിൻഡോസ് സെർവർ 2003. ഇതിൻ്റെ ഫോണ്ട് ഏതാണ്? അതും ഇമ്പാക്റ്റ് തന്നെയാണ്. ഇമ്പാക്റ്റ്. ഇതിൻ്റെ കൺട്രോൾ ഡി അടിച്ചിട്ട് ഇതിൻ്റെ ഫോണ്ട് കളർ നമുക്ക് ലൈറ്റ് കളറാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയാണ് ഇതിൻ്റെ താഴെ നമുക്ക് ഇതേപോലെയുള്ള ഒരു 4 സ്റ്റെപ്പുകൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഇൻസേർട്ടിൽ ഷേപ്പിൽ ന്യൂ ഡ്രോയിങ് ക്യാൻവാസ് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇൻസേർട്ടിൽ ഷേപ്പിനകത്ത് അതിവിടെ ഉണ്ട് കണ്ടോ, ക്യൂബ് എന്ന് പറഞ്ഞിട്ട് ഈ ക്യൂബ് എടുത്തിട്ട് നമുക്കിവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇതിൻ്റെ ഉള്ളിൽ കളറൊന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വൈറ്റ് കളറ് ബോർഡർ നമുക്ക് കുറച്ച് ബ്ലാക്ക് ഒക്കെ ആക്കിയിട്ട് ഇതേപോലെ നിർത്താം. ഇനി കൺട്രോൾ ഡി അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒന്നും കൂടി നമുക്ക് കിട്ടും. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതന്നെ കൺട്രോൾ ഡി അടിച്ചാൽ മതി. നമ്മൾ കണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ വെക്കാനേ ഉള്ളൂ. ഇനി ഈ 4 എണ്ണവും നമ്മൾ ഒരുമിച്ച് ക്ലിക്ക് ചെയ്തിട്ട് അലൈൻമെൻറ്റിൽ ഇതിൻ്റെ ബോട്ടം, അതായത് അടിഭാഗമൊക്കെ എന്ത് ചെയ്യുക, ഒരേപോലെ ആക്കി എടുക്കുക. അതുപോലെ തന്നെ അലൈനകത്ത് ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എടുക്കുക. ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എടുത്തു കഴിഞ്ഞാൽ ഈ 4 എണ്ണത്തിന് ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനൊന്നുമില്ല, ക്യാൻവാസ് ഇങ്ങനെ ചെറുതാക്കിയാൽ മതി. കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സ്റ്റെപ്പും ഇവിടെ ഏറ്റവും താഴെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 7th പ്രോജക്റ്റിനകത്ത് നമുക്ക് വലിയ ഒരു സെറ്റിങ്സ് ഒന്നും തന്നെ നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാം തന്നെ ഇൻസേർട്ടിൽ ഷേപ്പിൽ പോയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് സിമ്പിൾസും ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ, ഇനി ബി ആൻ എക്സ്പേർട്ടിൻ്റെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പ്രോജക്റ്റ് 8 ആണ്. ഓക്കെ, അപ്പോൾ 8ാമത്തെ പ്രോജക്റ്റ് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഒരു റൗണ്ട്, അതിന് ചുറ്റും ഡോട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിനുശേഷം ഇതേപോലെ ഒരു ബോക്സ് ഒക്കെ വരച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇതേപോലെ സ്റ്റാറൊക്കെ വരച്ചിട്ട് കുറച്ചൊക്കെ ഒരു ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് 8ാമത്തെ പ്രോജക്റ്റിനകത്ത്. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.